ബൈ ദി വേ, എന്താണ് ഈ ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ്? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഹീറ്റ് വേവ് അലേർട്ടുകൾ അഥവാ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് സംസ്ഥാനത്തെ ITIകൾക്ക് മെയ് 4 വരെ അവധി പ്രഖ്യാപിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ഹീറ്റ് വേവുകൾ? അതെങ്ങനെ മനുഷ്യനെ ബാധിക്കും? എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? ഒരു പ്രദേശത്തെ താപനില നിശ്ചിത പരിധിയിലും കൂടുമ്പോഴാണ് അവിടെ ഉഷ്ണതരംഗം ഉണ്ടാകുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ക്രൈറ്റീരിയകൾ അനുസരിച്ച് ഒരു പ്രദേശത്തെ താപനില അത് സമതല പ്രദേശമാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലോ, മലമ്പ്രദേശമാണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആവുകയാണെങ്കിൽ അവിടെ ഹീറ്റ് വേവ് ഉണ്ടാകുന്നു എന്ന് പറയപ്പെടാം. അതായത് നോർമൽ താപനിലയിൽ നിന്ന് 4.5 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ താപനില വ്യത്യാസപ്പെടുന്നുവെങ്കിൽ അവിടെ ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സാരം. ഇവ 45 ഡിഗ്രി സെൽഷ്യസിനെയും കടക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഹീറ്റ് വേവുകൾ സാധാരണയായി ഉണ്ടാകുന്നത് മാർച്ചിനും ജൂണിനും ഇടയിലുള്ള മാസങ്ങളിലാണ്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഹീറ്റ് വേവുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബംഗാൾ, ഒഡീഷ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഹീറ്റ് വേവിന്റെ ഫലമായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഹീറ്റ് ക്രാംസ് അഥവാ മസിൽ കോൺട്രാക്ഷൻ, ഹീറ്റ് എക്സോഷൻ അഥവാ അമിതമായി വിയർക്കുക, തല ചുറ്റുക, ശാരീരികമായി ദുർബലതയും അവശതയും ഫീൽ ചെയ്യുക, ഛർദിൽ, ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൺസ്ട്രോക്ക്, അപകടകരമാം വിധം ശരീര താപനില ഉയരുക, കൺഫ്യൂഷൻ, അജിറ്റേഷൻ, ചർമ്മം വരളുക, സീഷർ, ഹൃദയമിടിപ്പ് കൂടുക, ബോധരഹിതരാകുക, ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം, ഹീറ്റ് റാഷ് അതായത് ചർമ്മം വിയർത്ത് തടിച്ചു പൊന്തുക, ചൊറിച്ചിൽ, കൂടാതെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കിഡ്നി വരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും താപനില കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. ഇതിനോടകം തന്നെ സർക്കാർ ചില നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 12 മുതൽ 3 മണി വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കരുതെന്നാണ് തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശം. ജോലി ഷിഫ്റ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. ഹീറ്റ് വേവിനെതിരെ മുൻകരുതലുകൾ എടുക്കുക എന്ന് പറയുന്നത് ഇവയൊന്നും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതുകൂടിയാണ്. ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ കുറയ്ക്കുക, വസ്ത്രങ്ങൾ താപസന്തുലിതമായവ ഉപയോഗിക്കുക, കുട്ടികളെയും ഗർഭിണികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക, ജോലി സമയം ക്രമീകരിക്കുക, ഫാനും മറ്റ് താപനില കുറയ്ക്കാൻ ആവശ്യമായ ഉപാധികളും വിനിയോഗിക്കുക എന്നിവയൊക്കെയാണ് ഇതിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ. ഇവയൊക്കെ ബാധിക്കുന്നത് മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ കൂടി നമുക്ക് ഈ മുൻകരുതലുകൾ സ്വീകരിക്കാം.